നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ ട്രെയിനിൽ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ്. പലപ്പോഴും വളരെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബെർത്തൊക്കെ ഉറപ്പാക്കിയതിന് ശേഷമായിരിക്കാം ആ യാത്ര റദ്ദാക്കേണ്ടി വരുന്നത്. നേരത്തെ 48 മണിക്കൂറിനുള്ളിൽ ആ ടിക്കറ്റ് റദ്ദാക്കിയാൽ നമുക്ക് മുഴുവൻ പൈസയും തിരികെ ലഭിക്കുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ നിയമം മൊത്തത്തിൽ മാറുകയാണ്. എന്തായാലും സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടുന്ന ആളുകൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ അവരുടെ റെയിൽവേ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം നഷ്ടമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പലപ്പോഴും നമ്മൾ വളരെ മുൻകൂട്ടിയായിരിക്കും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. പെട്ടെന്നായിരിക്കും ആ യാത്ര ആവശ്യമില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. പക്ഷേ അത് എപ്പോഴാണ് നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലരും അവസാന നിമിഷം വരെ ഒരുപക്ഷെ യാത്ര നടത്തേണ്ടി വരുമോ എന്ന് സംശയിച്ച് അത് ക്യാൻസൽ ചെയ്യുന്നത് നീട്ടിക്കൊണ്ട് പോവുകയും ഒടുവിൽ അവിടെ ചെന്ന് റിസർവേഷൻ കൗണ്ടറിൽ ചെന്ന് ക്യാൻസൽ ചെയ്യാൻ നിൽക്കുമ്പോൾ പൈസ നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇനി കാര്യം ഓർക്കുക, 72 മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങളുടെ ടിക്കറ്റ് റദ്ദാക്കിയാൽ മാത്രമേ മുഴുവൻ പൈസയും തിരികെ ലഭിക്കുകയുള്ളൂ. സമയം വൈകുന്തോറും, അതായത് മുന്നോട്ട് സമയം പോകുന്തോറും നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള ടിക്കറ്റിൻ്റെ ആ തുകയിൽ നിന്ന് വലിയ തോതിലുള്ള കുറവുണ്ടാകും എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. അടുത്ത മാസം 15 മുതലാണ് ഈ പുതിയ പരിഷ്കാരം നിലവിൽ വരുന്നത് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കുക. നിലവിൽ ഇപ്പോൾ ഇത് വന്നിട്ടില്ല, പക്ഷേ അടുത്ത മാസം 15 മുതൽ ഇത് നിലവിൽ വന്ന് തുടങ്ങും. ട്രെയിൻ പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയുള്ള സമയത്താണ് നിങ്ങൾ ടിക്കറ്റ് റദ്ദാക്കുന്നത് എങ്കിൽ 25% പണം മാത്രമേ നഷ്ടമാവുകയുള്ളൂ. 24 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉള്ള സമയത്താണ് നിങ്ങൾ ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്കിൽ 50% നിങ്ങളുടെ ആ ടിക്കറ്റ് ചാർജിൽ നിന്ന് നഷ്ടമാകും. ഇനി 8 മണിക്കൂറിൽ താഴെയാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നത് എങ്കിൽ മുഴുവൻ പണം നഷ്ടമാകും എന്നുള്ളതാണ് ഈ പുതുതായി പുറത്തു വന്നിരിക്കുന്ന ഈ പരിഷ്കാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിരിക്കും. നേരത്തെ ഇത് 4 മണിക്കൂറായിരുന്നു. 4 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ മുഴുവൻ പണം നഷ്ടമാവുകയായിരുന്നത് ഇനി മുതൽ 8 മണിക്കൂറായി സമയം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാന നിമിഷം വരെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഇക്കാര്യം അടിയന്തരമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ബെർത്ത് ഉറപ്പായ ടിക്കറ്റുകളിലാണ് പ്രത്യേകിച്ച് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെയാണ് ബോർഡിംഗ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ. നമുക്ക് നേരത്തെ ഈ ബോർഡിംഗ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ വർക്കല നിന്നോ കൊല്ലത്ത് നിന്നോ ഒക്കെ ട്രെയിനിൽ കയറണമെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് അരമണിക്കൂർ മുമ്പ്, ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ കഴിയും. നിലവിൽ ഇത് ഫൈനൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം നമ്മൾ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ കഴിയുമായിരുന്നുള്ളൂ. ഏതായാലും ഇതൊരു നല്ല കാര്യമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇനി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ട്രെയിൻ എവിടെയാണോ യാത്ര അവസാനിപ്പിക്കുന്നത് അവിടെ നിന്ന് മാത്രമേ റദ്ദാക്കാൻ കഴിയുകയുള്ളൂ. ഇതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി മുതൽ ആ നിയമം മാറുകയാണ്. ഇന്ത്യയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഏതായാലും യാത്ര അവസാനിക്കുന്ന സ്റ്റേഷനിൽ നിന്ന് മാത്രമേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ ഒരു വകുപ്പ് നിരവധി യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്തിയിരുന്നു. നമ്മൾ മുംബൈയിലോ ഡൽഹിയിലോ ഒക്കെ പോകാൻ ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെ പോയി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അത്ര നടപ്പുള്ളൊരു കാര്യമല്ല, പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും റെയിൽവേ ഒരുപാട് ജനകീയമാവുകയാണ്. കേന്ദ്ര സർക്കാരാകട്ടെ റെയിൽവേ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ട്രെയിനുകൾ ഇപ്പോൾ രാജ്യവ്യാപകമാവുകയാണ്. നേരത്തെ രാജധാനി പോലുള്ള ആഡംബര ട്രെയിനുകളിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ആളുകൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന സാധാരണ യാത്രാ ട്രെയിനുകൾ പോലും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉള്ളത് തന്നെയാണ്. ചെന്നൈയിലെ പെരമ്പൂരിലുള്ള ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ തന്നെയാണ് തദ്ദേശീയമായി നമ്മുടെ പല ട്രെയിനുകളുടെയും ബോഗി നിർമ്മിക്കുന്നതും. ഏതായാലും ഇപ്പോൾ വന്ദേ ഭാരത് ഉൾപ്പെടെ അതല്ലെങ്കിൽ വേറെ ഒരുപാട് അമൃത് ഭാരത് എക്സ്പ്രസ്സൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് ട്രെയിനുകൾ ഇന്ന് ഏറെ ജനകീയമായി കഴിഞ്ഞിരിക്കുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ഈ റെയിൽവേ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് നേരത്തെ മുതൽ പറഞ്ഞറിയാവുന്നുള്ളൊരു കാര്യം കൂടി. ഏതായാലും ഇനി മുതൽ ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അല്പം നേരത്തെ തന്നെ അതേക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 72 മണിക്കൂർ മുമ്പ് അങ്ങ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക. അതല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുന്തോറും നിങ്ങളുടെ പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.